നമസ്കാരം. IPL പ്രഥമ സീസണിലെ സർപ്രൈസ് ചാമ്പ്യന്മാരായതിനു ശേഷം പിന്നീട് ഒരിക്കൽ പോലും IPL ട്രോഫിയിൽ മുത്തമിടാൻ സാധിക്കാതെ പോയ ടീമാണ് രാജസ്ഥാൻ റോയൽസ്. അവസാന എഡിഷനിൽ രണ്ടാം ക്വാളിഫയറിലാണ് അവർ കാലിടറി വീണത്. മലയാളി താരം സഞ്ജു സാംസന് കീഴിൽ വരാനിരിക്കുന്ന സീസണിൽ ഗംഭീര പ്രകടനത്തിനാണ് റോയൽസ് കച്ചമുറുക്കുന്നത്. മെഗാലയത്തിന് ശേഷം ടീമിൽ ചില മാറ്റങ്ങളുമായിട്ടാണ് റോയൽസ് ഈ സീസണ് തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ തവണ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ചില വമ്പൻ താരങ്ങളെ കൈവിടേണ്ടി വന്നെങ്കിലും പകരക്കാരായി എത്തിയവർക്ക് ഈ കുറവ് നികത്താൻ സാധിക്കുമെന്നാണ് ടീം മാനേജ്മെന്റിന്റെ വിശ്വാസം. എന്നാൽ ചില കളിക്കാരുടെ മോശം ഫോമ പുതിയ സീസണിന് മുൻപ് റോയൽസിന് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. ആരൊക്കെയാണ് ഈ കളിക്കാരെന്ന് നോക്കാം. നായകനും ക്യാപ്റ്റനുമായ സഞ്ജു സാംസൺ തന്നെയാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെ ആൾ. ഒട്ടും മികച്ച ഫോമിലല്ല രാജസ്ഥാൻ റോയൽസിനായി അദ്ദേഹം ഈ സീസണിൽ കളിക്കാനെത്തുന്നത്. ഇംഗ്ലണ്ടിനെതിരെ കഴിഞ്ഞ മാസം 5 T20കളുടെ പരമ്പരയിലാണ് സഞ്ജു അവസാനമായി കളിച്ചത്. പരമ്പരയിലെ മുഴുവൻ കളിയിലും ഓപ്പൺ ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചെങ്കിലും എല്ലാത്തിലും ദുരന്തമായി തീരുകയായിരുന്നു. 5 മത്സരങ്ങളിലായി സഞ്ജു നേരിട്ടതാകെ 43 പന്തുകൾ മാത്രം. ഇവയിൽ നിന്നും 51 റൺസ് മാത്രമേ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഉയർന്ന സ്കോർ 26 റൺസ്. ഇത്രയും മോശം ഫോമിൽ നിൽക്കവെയാണ് IPLലൂടെ സഞ്ജുവിന്റെ മടങ്ങി വരവ്. ഇംഗ്ലണ്ടിനെതിരെ 5 T20കളിലും സമാനമായ രീതിയിലാണ് അദ്ദേഹം പുറത്തായത്. 140 കിലോമീറ്റർ വേഗതയിൽ വരുന്ന ഇംഗ്ലീഷ് പേസർമാരുടെ ഷോർട്ട് പന്തുകൾക്കെതിരെ ഫുൾ ഷോട്ടിന് ശ്രമിച്ച ശേഷം അനായാസം ക്യാച്ച് സമ്മാനിച്ചാണ് സഞ്ജു സാധാരണ വിക്കറ്റ് വലിച്ചു കളഞ്ഞത്. ഷോർട്ട് പന്തുകൾക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു വീക്ക്നെസ് IPLലും എതിർ ടീം ഫാസ്റ്റ് ബോളർമാർ മുതലാക്കാൻ ശ്രമിക്കുമെന്ന ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ അതിജീവിക്കാൻ ബാറ്റിംഗിൽ സഞ്ജു പുതിയ പ്ലാനുകൾ തയ്യാറാക്കേണ്ടതും അനിവാര്യമാണ്. ഈ സീസണിൽ പുതുതായി രാജസ്ഥാൻ റോയൽസ് ടീമിനൊപ്പം ചേർന്ന ഇന്ത്യൻ ഓൾറൗണ്ടർ നിതീഷ് റാണയാണ് ഈ ലിസ്റ്റിലെ രണ്ടാമത്തെയാൾ. മധ്യനിരയിൽ അദ്ദേഹത്തിൽ നിന്നും റോയൽസിന് പ്രതീക്ഷകൾ ഏറെയാണ്. 3-4 നമ്പറുകളിലായിരിക്കും റോയൽസിനായി ഈ സീസണിൽ റാണ കളിച്ചേക്കുക. IPL ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി നേരത്തെ പല ശ്രദ്ധേയ പ്രകടനങ്ങളും നടത്തിയ ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ റോയൽസിലേക്ക് വന്നിരിക്കുന്നത്. 2023 IPLൽ ശ്രേയസ് അയ്യരുടെ അഭാവത്തിൽ റോയൽസിനെ നയിച്ച റാണയായിരുന്നു. പക്ഷേ പരിക്ക് കാരണം കഴിഞ്ഞ സീസണിന്റെ ഭൂരിഭാഗവും അദ്ദേഹം പുറത്തായിരുന്നു. സമീപകാലത്തെ റാണയുടെ പ്രകടനങ്ങൾ ഒട്ടും തന്നെ സന്തോഷിക്കാൻ വക നൽകുന്നതല്ല. വിവിധ ഫോർമാറ്റുകളിലായി അവസാനം കളിച്ചിട്ടുള്ള 10 മത്സരങ്ങൾ എടുത്താൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും കുറിക്കാൻ താരത്തിന് സാധിച്ചിട്ടില്ല. പുറത്താകാതെ നേടിയ 20 റൺസാണ് റാണയുടെ ഉയർന്ന സ്കോർ. ഇതാകട്ടെ മണിപ്പൂരുമായി മുംബൈയിൽ നടന്ന T20യിലുമായിരുന്നു. ഈ തിരിച്ചടികൾ മറന്ന് IPLൽ റാണയ്ക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്താനായില്ല എങ്കിൽ റോയൽസ് ശരിക്കും പെട്ടുപോകുമെന്ന കാര്യം ഉറപ്പാണ്. രാജസ്ഥാൻ റോയൽസിലേക്ക് തന്റെ രണ്ടാം വരവ് നടത്തിയിരിക്കുന്ന ഇംഗ്ലീഷ് ഫാസ്റ്റ് ബോളറായ ജോഫ്ര ആർച്ചറാണ് ഈ ലിസ്റ്റിലെ മൂന്നാമത്തെയാൾ. 2020 IPLൽ റോയൽസിന്റെ മിന്നും താരമായിരുന്നു അദ്ദേഹം. സീസണിൽ ടീം അവസാന സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് എങ്കിലും ആർച്ചറുടെ ബൗളിങ്ങും ബാറ്റിങ്ങും എല്ലാം തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു. പക്ഷേ അതിനുശേഷം നിരവധി പരിക്കുകളാണ് താരത്തെ പിടികൂടിയത്. ഈ കാരണത്താൽ തന്നെ ഒരുപാട് കാലം കളിക്കളത്തിൽ നിന്നും ആർച്ചർക്ക് മാറി നിൽക്കേണ്ടതായും വന്നു. പരിക്കിൽ നിന്നും മുക്തനായി തിരിച്ചെത്തിയ ശേഷം പഴയ ആ ഫോമിലേക്ക് അദ്ദേഹം ഇനിയും മടങ്ങിയെത്തിയിട്ടില്ല. ഏതായാലും റോയൽസിനെ സംബന്ധിച്ച ഏറ്റവും നിർണായകമായ ഒരു പോരാട്ടം തന്നെയാണ് ഈ 2025 IPLൽ കാണാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രഥമ സീസൺ IPLൽ കപ്പ് നേടിയത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുവരെയും മറ്റൊരു കപ്പ് ഉയർത്താൻ റോയൽസിന് സാധിച്ചിട്ടില്ല. എന്തായാലും പുതുതായി വന്ന ആളുകൾ റോയൽസിനെ ഏത് രീതിയിൽ എത്തിക്കും, റോയൽസ് വീഴുമോ വാഴുമോ, ഇതൊക്കെയാണ് ചർച്ചകളിൽ നിറയുന്നത്. എന്തായാലും സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളവും രാഹുൽ ദ്രാവിഡിനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും നിർണായകമായ ഒരു IPL പോരാട്ടമാണ് വരാനിരിക്കുന്നത്.